ഹലോ, ഗുഡ് മോർണിംഗ്. സ്മോൾ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ ചെറിയൊരു വിശേഷം പങ്കുവയ്ക്കാനാണ്. ഇത് നിങ്ങൾ കണ്ടോ? ഇതെന്താ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നത്? ഇത് സുന്ദരി ചീര എന്ന് പറയുന്ന ചീരയുടെ തണ്ടാണ്. എനിക്കിതൊരാൾ തന്നതാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താ ഈ ചീരൻ്റെ പേരെന്ന് ചോദിച്ചപ്പം പറഞ്ഞു സുന്ദരി ചീര എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല ഇതിന് ശരിയാണോ എന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത് അവരെനിക്ക് ഇന്ന് പേര് വെക്കാൻ വേണ്ടി പറിച്ചു തന്നതാണ്. അപ്പം ഞാനിന്ന് അത് മുറിച്ച് ഇലയൊക്കെ ഇതിനകത്തുനിന്ന് മാറ്റി, തണ്ടിനകത്തുനിന്ന് മാറ്റി ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഈ തണ്ട് ഞാനിപ്പം ചെറിയൊരു പാത്രത്തിൽ വെള്ളത്തിൽ കുത്തി വെച്ചിരിക്കുകയാണ്. ഇതെന്തിനാണെന്നറിയോ? ഇത് നട്ടിച്ച് എനിക്കിതിന്ന് കൂടുതൽ തണ്ട് മുളപ്പിച്ചിട്ട് ഞങ്ങളെ വീട്ടിലും സ്ഥിരമായിട്ട് ഈ ചീര ഉണ്ടാക്കണം. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ചെറിയ തണ്ടൊക്കെ ആവുമ്പോൾ വീട്ടമ്മമാർ വിചാരിക്കും ഇത് ചെറുതല്ലേ, വിത്തിട്ടാലല്ലേ മുളയ്ക്കൂ അല്ലെങ്കിൽ ഉണ്ടാവൂ എന്നൊക്കെ വിചാരിക്കും. അതല്ല, ഈ ചെറിയ തണ്ടും നിങ്ങൾ അതിനെ കുറച്ചൊന്ന് പരിപാലിച്ചാൽ, ഒന്ന് ശുശ്രൂഷിച്ചാൽ നന്നായിട്ട് നിങ്ങൾക്ക് ചീര പറിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായോ? കാരണം എനിക്ക് പച്ച ചീര ഇതേപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന തണ്ട് ഞാൻ കുഴിച്ചിട്ടിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചീര പറിച്ച് ഉപ്പേരി വെക്കാറുണ്ട്, കറി വെക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും കിട്ടിയപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതേപോലെ തന്നെ ഇതും ഞാൻ ചെയ്യുന്നു. അതിപ്പം ഞാൻ തൽക്കാലം പാത്രത്തിലിട്ട് വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. കാരണം പുറത്ത് നല്ല വെയിലാണ്. അപ്പോൾ എനിക്കും വെയിൽ കൊണ്ടവൻ അസുഖമാണ്. അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഇത് ആദ്യം തടയൊക്കെ ഒരുക്കി വെച്ചിട്ട് വൈകുന്നേരം ഇതവിടെ നട്ടു കൊടുക്കണം. മറ്റേതിൻ്റെ തണ്ട് വേഗം ഉണങ്ങിപ്പോവും. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ, ഒന്ന് ശുശ്രൂഷിച്ചാൽ ഇതിൽ നിന്നും സുന്ദരി ചീര പറിച്ചെടുത്ത് നമുക്ക് സ്ഥിരമായിട്ട് ഉപ്പേരി വെക്കാം. ഞാൻ വെച്ചപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ജ്യൂസിയാണ്. നമ്മളെ ഈ സാമ്പാർ ചീരയൊക്കെ പോലെ കുറച്ചൊരു ജ്യൂസിയാണ്. അപ്പം എന്നാലും നമുക്ക് ചീര എന്നൊക്കെ പറഞ്ഞാൽ ഇലക്കറികൾ നമുക്ക് വളരെ ആരോഗ്യത്തിന് നല്ല കാര്യങ്ങളല്ലേ. അപ്പം എന്തായാലും ഇത് വീട്ടിൽ പറിച്ചെടുത്താൽ ഈ വീട്ടിലൊന്നും ഇല്ലല്ലോ വെക്കാൻ. ഇപ്പോൾ ഒന്ന് പറമ്പിലേക്ക് സുന്ദരി ചീരേൻ്റെ മുകളിൽ കുറച്ച് ഇലകളുണ്ട്, ഒന്ന് അത് പറിച്ച് ഉപ്പേരി വെക്കാം, അല്ലെങ്കിൽ കറി വെക്കാം അല്ലേ. അപ്പം നമുക്കത് വലിയ ഉപകാരമാണ്. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും നമ്മൾ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ നട്ടൊക്കെ കൊടുത്താൽ അത് വിഷടിക്കാത്ത നല്ല സാധനം പറിച്ച് കഴിക്കാം. അപ്പം ഇന്ന് ഞാനിതാ വിചാരിച്ചത്. അപ്പം ഇതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പം വൈകുന്നേരം വരെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇതാ ഞങ്ങളുടെ കിച്ചൻ്റെ ജനലിൻ്റെ മുകളിൽ ഇവിടെ ഇരിക്കട്ടെ ഒരു ഫ്ലവർ വേസിൽ പൂവ് വെച്ച പോലെ നല്ല രസമാണ്. റോസ് തണ്ടും പച്ച ഇലയൊക്കെ കാണാൻ. അപ്പോൾ വൈകുന്നേരം വരെ അതവിടെ ഇരിക്കും. വൈകുന്നേരം ഞാനത് പറമ്പിൽ കുഴിച്ചിട്ട് ഇതിനെ കുറച്ചെങ്കിലും വലുതാക്കി കുറച്ച് ചീര പറിച്ച് ആ തണ്ട് പിന്നെയും മാറ്റി കുഴിച്ചിട്ട് ഞങ്ങളെ വീട്ടിൽ അങ്ങനെ സുന്ദരി ചീര എന്ന് പറയുന്ന ഒരു പുതിയ അതിഥി കൂടി എൻ്റെ വീട്ടിലെ കൊച്ചു പച്ചക്കറി തോട്ടത്തിലേക്ക് ആ അതിഥിയെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വർത്തമാനം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.